ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു പുസ്തകത്തെക്കുറിച്ചല്ല, ലോകത്തിന്റെ ചിന്തയെ തന്നെ മാറ്റിമറിച്ച ഒരു കൃതിയെക്കുറിച്ചാണ്. അതെ, 1961 ഫ്രാൻസ് ഫാനൻ എഴുതിയ ഭൂമിയിലെ പതിതർ. 60 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇപ്പോഴും ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലേ? ശരി, നമുക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഈയൊരു വാചകം നോക്കൂ, എന്ത് ശക്തമായ വാക്കുകളാണല്ലേ! ഇത് വെറുമൊരു ഉദ്ധരണിയല്ല. ഫാനൻ ശരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി പറയുന്നൊരു കാര്യമാണ്. ചരിത്രത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ നമുക്ക് ഒഴിഞ്ഞുമാറാൻ പറ്റില്ല. ഒന്നുകിൽ നമ്മൾ നമ്മുടെ ദൗത്യം ഏറ്റെടുക്കും, അല്ലെങ്കിൽ നമ്മളതിനെ ഒറ്റിക്കൊടുക്കും. ഒരു നടുക്കുള്ള വഴിയില്ല. അപ്പോ ഈയൊരു ഗൗരവത്തോടെ നമുക്ക് ഈ പുസ്തകത്തിലേക്ക് കടക്കാം. അപ്പോ ആരായിരുന്നു ഈ ഫ്രാൻസ് ഫാനൻ? കേവലം ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നോ? അല്ലേയല്ല. അദ്ദേഹം ഫ്രഞ്ച് കോളനിയായിരുന്ന മാർട്ടിനിക്കിലെ ജനിച്ച ഒരു സൈക്യാട്രിസ്റ്റായിരുന്നു. അതായത് ഒരു മനോരോഗ വിദഗ്ധൻ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരേ സമയം ആളുകളുടെ മാനസിക മുറിവുകൾ ഉണക്കുന്നൊരു ഡോക്ടർ, അതേസമയം തന്നെ ആ മുറിവുകൾക്ക് കാരണമായ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ പറയുന്ന ഒരു വിപ്ലവകാരി. ഈ ഒരു ഇരട്ട വ്യക്തിത്വമാണ് ഫാനന്റെ ചിന്തകൾക്ക് അസാധാരണമായ ആഴവും മൂർച്ചയും നൽകുന്നത്. ശരി, നമുക്ക് ഫാനന്റെ വിശകലനത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നത് പോലെ ഫാനൻ കൊളോണിയലിസം എന്ന വലിയൊരു രോഗത്തെയാണ് ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിച്ചത്. എന്താണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ? എന്താണതിന്റെ മൂലകാരണം? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ? നമുക്ക് നോക്കാം. ഇതാണ് ഫാനൻ മുന്നോട്ടുവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം. അദ്ദേഹം പറഞ്ഞു, കൊളോണിയലിസം ലോകത്തെ വെട്ടിമുറിച്ച് രണ്ടായി തിരിക്കുന്നു. കറുപ്പും വെളുപ്പും പോലെ, നല്ലതും ചീത്തയും പോലെ, ഒരിക്കലും യോജിക്കാത്ത രണ്ട് ധ്രുവങ്ങൾ. ഒരു വശത്ത് കോളനി വാഴ്ചക്കാരുടെ ലോകം, സമ്പന്നം, വൃത്തിയുള്ളത്, സംസ്കാരമുള്ളത് എന്നൊക്കെ അവർ സ്വയം പറയും. മറുവശത്തോ കോളനിവൽക്കരിക്കപ്പെട്ടവരുടെ ലോകം, ദാരിദ്ര്യം, അരാജകത്വം, മനുഷ്യത്വമില്ലാത്തത് എന്നൊക്കെ മുദ്രകുത്തപ്പെട്ട ഒരു ലോകം. ഇത് വെറും ഇഷ്ടിക കൊണ്ടുള്ള മതിലുകളല്ല, മറിച്ച് നമ്മുടെ എല്ലാം ചിന്തയിൽ, മനസ്സിൽ പണിതുയർത്തിയ മതിലുകളാണ്. ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ ഫാനന്റെ ഏറ്റവും വലിയ ഉൾക്കാഴ്ച ഇതായിരുന്നു. കൊളോണിയലിസം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ മുറിവ് നമ്മുടെ ശരീരത്തിലല്ല, അത് നമ്മുടെ മനസ്സിലാണ്. തലമുറകളായി അടിച്ചമർത്തപ്പെടുമ്പോൾ ഒരു ജനതയുടെ മനസ്സിൽ ആഴത്തിലുള്ള അപകർഷതാബോധമുണ്ടാകുന്നു. അവനവനോട് തന്നെ പുച്ഛം തോന്നുന്നു, സ്വന്തം സംസ്കാരത്തെ വെറുക്കുന്നു. അതുകൊണ്ട് തന്നെ ഫാനൻ പറയുന്നു, വിമോചനമെന്നത് കൊടിമാറുന്നത് മാത്രമല്ല, അതൊരു മാനസിക ചികിത്സ കൂടിയാണ്. ആഴത്തിൽ വേരോടിയ ഈ മുറിവുകൾ ഉണക്കുന്നൊരു പ്രക്രിയയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അപ്പോ ഈ രോഗത്തിനുള്ള മരുന്നെന്താണ്? ഈ മാനസിക മുറിവുകൾ ഉണക്കാൻ ഫാനൻ നിർദ്ദേശിച്ച ചികിത്സ എന്തായിരുന്നു? ഇവിടെയാണ് ഈ പുസ്തകം ഏറ്റവും കൂടുതൽ വിവാദമായത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. സമാധാനത്തിന്റെ വഴിയിലൂടെ, അഹിംസയിലൂടെ ഈ കൊളോണിയൽ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടാൻ കഴിയുമോ? നിങ്ങൾ എന്തു പറയുന്നു? ശരി, ഫാനൻ ഇതേക്കുറിച്ച് വളരെ വ്യക്തമായൊരു ഉത്തരമുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളെ ഞെട്ടിക്കുന്നൊരുത്തരം. ഫാനനെ സംബന്ധിച്ച് അതിന്റെ ഉത്തരം ഒന്നേയുള്ളൂ: ഉറച്ച, ശക്തമായ ഒരില്ല. എന്തുകൊണ്ട്? കാരണം വളരെ ലളിതമാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ കൊളോണിയലിസം എന്നത് ഒരു ചർച്ചയോ സംവാദമോ അല്ല. അത് സ്ഥാപിക്കപ്പെട്ടത് തന്നെ അതിക്രൂരമായ അക്രമത്തിലൂടെയാണ്. ഇതാ ഫാനിന്റെ തന്നെ വാക്കുകൾ ശ്രദ്ധിക്കൂ. അപകോളനീകരണം എപ്പോഴും ഒരു അക്രമാസക്തമായ സംഭവമാണ്. ഇതിന്റെ ലോജിക് വളരെ സിമ്പിളാണ്. അക്രമം കൊണ്ട് സ്ഥാപിച്ചെടുത്ത ഒരു അധികാരത്തെ ഇല്ലാതാക്കാൻ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്നാണ് ഫാനൻ വാദിക്കുന്നത്. ഒരു മുള്ളെടുക്കാൻ മറ്റൊരു മുള്ളു വേണം എന്ന് പറയുന്നതുപോലെ. പക്ഷേ ഒരു മിനിറ്റ്, ഫാനിനിവിടെ അക്രമം എന്ന് പറയുമ്പോൾ അത് വെറും നശിപ്പിക്കൽ മാത്രമല്ല. അതിനപ്പുറം ഒരു മാനസിക തലമുണ്ട്, ഒരു സൈക്കോളജിക്കൽ തലമുണ്ട്. അടിച്ചമർത്തപ്പെട്ട ജനത ഭയം കാരണം ഒരു തരം നിസ്സഹായാവസ്ഥയിലായിരിക്കും. ആ ഭയത്തെ തകർത്ത് ഞങ്ങൾക്കും പ്രതികരിക്കാൻ കഴിയും, ഞങ്ങളുടെ വിധി ഞങ്ങൾ തീരുമാനിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഫാനിനെ സംബന്ധിച്ച് വിപ്ലവകരമായ അക്രമം. അത് നഷ്ടപ്പെട്ട ആത്മാഭിമാനം തിരിച്ചുപിടിക്കാനുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. അപ്പോ സ്വാതന്ത്ര്യം കിട്ടി, സമരം കഴിഞ്ഞു, എല്ലാം ശുഭമായി അല്ലേ? ഫാനൻ പറയുന്നു, അല്ല. യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇപ്പോഴാണെന്ന് അദ്ദേഹം അന്നേ മുന്നറിയിപ്പ് നൽകി. അതാണ് ശരിക്കും പേടിക്കേണ്ടത്. ഫാനൻ മുൻകൂട്ടി കണ്ട ഒരു ട്രാജഡിയുടെ സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ സ്റ്റെപ്പ്: സ്വാതന്ത്ര്യം കിട്ടുന്നു, എല്ലാവരും സന്തോഷിക്കുന്നു. 2, അധികാരം കിട്ടുന്നതാർക്കാണ്? ജനങ്ങൾക്കല്ല,
മറിച്ച് തദ്ദേശീയരായ ഒരു പുതിയ എലൈറ്റ് ക്ലാസ്സിനാണ്. ഫാനൻ അവരെ നാഷണൽ ബൂർഷ്വാസി എന്ന് വിളിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഈ പുതിയ ഭരണാധികാരികൾ എന്തു ചെയ്യുന്നു? അവർ അവരുടെ പഴയ കൊളോണിയൽ യജമാനന്മാരെ പോലെ തന്നെ പെരുമാറാൻ തുടങ്ങുന്നു. അവരുടെ വേഷം, ഭാഷ, രീതികൾ എല്ലാം കോപ്പിയടിക്കുന്നു. 4. ഫലമോ? പഴയ ചൂഷണ വ്യവസ്ഥകൾ അതേപടി തുടരുന്നു. സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. ഭരണാധികാരിയുടെ തൊലിയുടെ നിറം മാറി, അത്രമാത്രം. നോക്കൂ, ഈയൊരു വാചകം ആ ദുരന്തം മുഴുവൻ ഒറ്റയടിക്ക് പറഞ്ഞുതരും. ദേശീയ ബൂർഷ്വാസി മുൻ യൂറോപ്യൻ മേലാളന്മാരുടെ ഷൂസുകളിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. അതായത്, പുതിയ ഭരണാധികാരികൾ പഴയ അടിച്ചമർത്തുന്നവരുടെ കസേരയിൽ കയറിയിരിക്കുക മാത്രമല്ല, അവരുടെ ഷൂസും കോട്ടുമിട്ട് അവരായി മാറുന്നു. ഇതിലും വലിയൊരു വഞ്ചനയുണ്ടോ? അപ്പോ ഈ കെണിയിൽ വീഴാതിരിക്കാൻ എന്തു ചെയ്യണം? എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? ഫാനൻ പറയുന്നു, ഉത്തരം വെറും രാഷ്ട്രീയത്തിലല്ല, അതിലും ആഴത്തിലുള്ള ഒരിടത്താണ് കിടക്കുന്നത്. ഫാനന്റെ കാഴ്ചപ്പാടിൽ രാഷ്ട്രീയ സമരവും സാംസ്കാരിക സമരവും ഒന്നാണ്. അത് വേർതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു കോളനി ശക്തി ഒരു നാടിന്റെ മണ്ണ് മാത്രമല്ല പിടിച്ചെടുക്കുന്നത്, അവരാ ജനതയുടെ ആത്മാവിനെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, അവരുടെ സംസ്കാരത്തെയും ഭാഷയെയും ചരിത്രത്തെയുമാണ്. അതുകൊണ്ട് യഥാർത്ഥ വിമോചനം വേണമെങ്കിൽ ഈ നഷ്ടപ്പെട്ട സംസ്കാരത്തെ, ആ സ്വത്വത്തെ നമ്മൾ തിരിച്ചു പിടിച്ചേ മതിയാവൂ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദേശീയ സംസ്കാരം എന്ന് ഫാനൻ പറയുമ്പോൾ പണ്ടത്തെ പാട്ടും കഥകളും പൊടിതട്ടിയെടുക്കുന്നതിനെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അതൊരു മ്യൂസിയത്തിൽ വെക്കേണ്ട ഒന്നല്ല. മറിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആ പോരാട്ടത്തിന്റെ തീച്ചുളയിൽ നിന്ന് രൂപം കൊള്ളുന്ന പുതിയ ജീവനുള്ള ഒന്നാണ് യഥാർത്ഥ ദേശീയ സംസ്കാരം. അത് പഴയതിലേക്ക് തിരിഞ്ഞു നോക്കുകയല്ല, ഒരു പുതിയ ഭാവിയെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ശരി, നമ്മളിപ്പോ ഈ പുസ്തകത്തിന്റെ പ്രധാന ആശയങ്ങളിലൂടെയെല്ലാം കടന്നുപോയി. ഇനി നമുക്കിതിന്റെ പൈതൃകത്തെക്കുറിച്ച് സംസാരിക്കാം. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പുസ്തകം എങ്ങനെയാണ് ആളുകളെ സ്വാധീനിക്കുന്നത്? അതേസമയം ഇതിനെതിരെ ഉയർന്നുവന്ന പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഈയൊരു ടേബിൾ നോക്കിയാൽ മതി ഫാനന്റെ സ്വാധീനം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ. പോസ്റ്റ് കൊളോണിയൽ തിയറി, അതായത് കോളനി വാഴ്ചയ്ക്ക് ശേഷമുള്ള ലോകത്തെക്കുറിച്ചുള്ള പഠനങ്ങളുടെ ഒരു പ്രധാന തുടക്കക്കാരൻ അദ്ദേഹമാണ്. പിന്നെ മാർക്സിസത്തിലെ വർഗസമരമെന്ന ആശയമെടുത്ത് അതിനെ കോളനി വാഴ്ചക്കാരനും അടിച്ചമർത്തപ്പെട്ടവനും തമ്മിലുള്ള പോരാട്ടത്തിൽ ഉപയോഗിച്ചു. ഏറ്റവും പ്രധാനമായി പൊളിറ്റിക്കൽ സൈക്കോളജി എന്ന പഠനശാഖയിൽ രാഷ്ട്രീയ അടിച്ചമർത്തലുകൾ ഒരു ജനതയുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ തകർക്കുന്നു എന്ന് ആദ്യമായി കൃത്യമായി പറഞ്ഞതും ഫാനനാണ്. തീർച്ചയായും ഫാനന്റെ ആശയങ്ങൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അദ്ദേഹം അക്രമത്തെ റൊമാന്റിസൈസ് ചെയ്യുന്നു, അതിനെ മഹത്വവൽക്കരിക്കുന്നു എന്നതാണ്. പിന്നെ എല്ലാ കൊളോണിയൽ സാഹചര്യങ്ങളെയും ഒരേപോലെ കാണുന്നു, കാര്യങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റായി ലളിതവൽക്കരിക്കുന്നു എന്നും വിമർശനമുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ എഴുത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നതും, കർഷകർക്ക് വിപ്ലവം നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് അതിരുകവിഞ്ഞ പ്രതീക്ഷയായിരുന്നു എന്നതും പ്രധാന വിമർശനങ്ങളാണ്. ഇത്രയൊക്കെ വിമർശനങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും ഫാനനെ വായിക്കുന്നത്? കാരണം അദ്ദേഹം 60 വർഷം മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും ഇന്നും നമ്മുടെ കൺമുന്നിൽ നടക്കുന്നുണ്ട്. രാജ്യങ്ങളെ പട്ടാളത്തെക്കൊണ്ടല്ലാതെ പണം കൊണ്ട് നിയന്ത്രിക്കുന്ന നവകൊളോണിയലിസം, നമ്മുടെ സമൂഹത്തിൽ ഇന്നും കാണുന്ന വ്യവസ്ഥാപിതമായ വംശീയത, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന ചെറുത്തുനിൽപ്പുകൾ, ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ ഫാനിന്റെ ചിന്തകൾ ഇന്നും ഒരു താക്കോലാണ്. അവസാനമായി ഈയൊരു ഉദ്ധരണിയിൽ നമുക്ക് നിർത്താം. അക്രമത്തെക്കുറിച്ച് ഇത്രയേറെ സംസാരിച്ച ഫാനന്റെ അവസാനത്തെ വാക്ക് അതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഒരു പുതിയ ലോകമായിരുന്നു, വിദ്വേഷമില്ലാത്ത ഒരു ലോകം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കൂ. യൂറോപ്പിനു വേണ്ടി, നമുക്കുവേണ്ടി, മനുഷ്യരാശിക്കു വേണ്ടി, സഖാക്കളെ, നമ്മളൊരു പുതിയ അധ്യായം തുറക്കണം. പഴയതെല്ലാം മറന്ന് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകം. ഒരുപക്ഷേ അക്രമത്തിന്റെ വഴികളല്ല, ആ ലക്ഷ്യമാണ് ഫാനൻ നമ്മെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത്, അല്ലേ?